സോ ഹായ്. അപ്പം സൂര്യൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സോ നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. ഇത് ഡേ 3. സോ ഞാനിത് എത്രത്തോളം ഈ റണ്ണ് നീട്ടിക്കൊണ്ടുപോകും എന്നുള്ളത് എനിക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല. പക്ഷേ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ഈ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്യും. സോ നമുക്കിവിടെ നല്ല 1 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ റീലെടുക്കാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിന് ബാക്ക് ക്യാമറ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അത് ഫ്രണ്ട് ക്യാമറയിൽ നോക്കിയിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. ബാക്ക് ക്യാമറ യൂസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ ഇതിൻ്റെ ഔട്ട് കിട്ടുന്നതെന്ന് നോക്കി കാണാൻ പറ്റില്ല. അത് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ 1 കിലോമീറ്റർ റണ്ണിൻ്റെ സ്റ്റാർട്ടിങ്ങിലാവും. പോകും. ലെറ്റ്സ് ഗോ. കുറച്ച് നമ്മൾ നടക്കും, പിന്നെ കുറച്ച് നമ്മൾ ഓടും, എന്നിട്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരേ സ്ട്രെച്ചിൽ ഓടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നല്ല സ്റ്റാമിന വരും, ക്ഷീണം വരും. ഓക്കെ, അങ്ങനെ ഹാഫ് നമ്മൾ കവർ ചെയ്തു. നമുക്ക് തിരിച്ചോടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നല്ല രീതിക്ക് കഥപ്പ് തുടങ്ങി. കഥപ്പെന്ന് വെച്ചൊക്കെ കഥപ്പ് എന്നൊക്കെ വെച്ചാൽ നല്ല രീതിക്ക് കഥപ്പ് തുടങ്ങി. കാര്യം ഞാൻ വന്ന വഴിയിൽ തിരിച്ചോടാൻ തുടങ്ങി. തിരിച്ചിട്ട് എത്തുന്നില്ല. പക്ഷേ ഓടിയിട്ട് എത്തുന്നില്ല. കുഴപ്പമില്ല, മെല്ലെ നടന്ന് ശരിയാക്കുമെന്ന് വിചാരിച്ചു. സോ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. റെസ്റ്റ് എടുക്കാൻ കൂടുക. ഇത് തന്നെയാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. ഇനി ഞാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഞാൻ എടുക്കലുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പം ക്ഷീണം നല്ലോണം വന്നാൽ എങ്ങനെ അറിയില്ല. ഇവിടെ വെള്ളത്തിന് സ്പോട്ടൊന്നുമില്ല. പക്ഷെ നാളത്തെ റണ്ണിന് നമ്മൾ എന്തായാലും വെള്ളമെടുത്ത് പറ്റും. കാരണം നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ്സാണ് കൂടുതൽ പോരും. അപ്പോൾ നമുക്ക് ഒന്നിക്ക് ഇലക്ട്രോലൈറ്റ്സോ കാര്യങ്ങളോ എടുക്കേണ്ടി വരും. അത് നമ്മൾ സ്റ്റാമിനയ്ക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പാലൂല്ലേ, ആ പാലത്തിൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്താനായിട്ടുണ്ട്. പിന്നെ നമ്മൾ പാലത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഓടിയിരിക്കും, അല്ലെങ്കിൽ പാലത്തിൻ്റെ അപ്പുറം കുറച്ച് റോഡുണ്ട്, അവിടെ കവർ ചെയ്യും. സോ നമ്മളെന്തായാലും ഓടിയിരിക്കും. ഓക്കെ, നല്ല വെയിൽ വന്ന് തുടങ്ങി, വേർത്ത് തുടങ്ങി. കുഴപ്പമില്ല, ക്ഷീണം ചെറുതായി തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഓടാൻ പറ്റുന്ന ക്ഷീണമേ ഉള്ളൂ. വൈകുന്നേരം ജിം വർക്കൗട്ട്, പിന്നെ കാടി ഒന്ന് ഇലക്കാന്ന് ഞാൻ റണ്ണിങ് അറേഞ്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം വരും. ഭയങ്കരമായിട്ട് ക്ഷീണം വരുമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എണീച്ച് ഓടാൻ പറ്റില്ല. അങ്ങനെയല്ല, അങ്ങനെ ഓടുന്നവരുണ്ടെങ്കിൽ അത് ഭയങ്കര മോശം നിങ്ങളുടെ ബോഡിക്ക്. സോ അങ്ങനെ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്ത് ഓടാൻ നോക്കുക. ഇന്നത്തെ വീഡിയോനേക്കാളും അല്ലെങ്കിൽ മിനിയാന്നത്തെ വീഡിയോനേക്കാളും ക്ലാരിറ്റി ഈ വീഡിയോനായിരിക്കും. കാരണം ഞാൻ ഇന്നലെ മിനിയാന്നും വീഡിയോ എടുത്തിട്ടുണ്ട് ഇരുന്നുകൊണ്ടിരുന്നത് ഫ്രണ്ട് ക്യാമറയാണ്. അപ്പം ഇപ്പം വീഡിയോ എടുത്തിട്ടില്ല, ബാക്ക് ക്യാമറയാണ്. അപ്പം അതിൻ്റെ ക്ലാരിറ്റി വേറെ തന്നെയാണ്. അതായത് ഇതിൻ്റെ ഐഫോണിൻ്റെ ബാക്ക് ക്യാമറ പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലാണ് ഫ്രണ്ട് ക്യാമറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. നല്ല ക്ലാരിറ്റിയും ബാക്ക് ക്യാമറയിൽ തന്നെയാണ്. സോ ഞാൻ ബാക്ക് ക്യാമറയിൽ എടുക്കാൻ മടിച്ചിരുന്നു വെച്ചാൽ എനിക്ക് ഒന്നാമത് എന്നെ കണ്ടുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ക്യാമറയിൽ എടുക്കുക വിചാരിച്ചത്. സോ ഇതാണ് നമ്മളുടെ ഓടുന്ന ഏരിയ എന്ന് വെച്ചാൽ, ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഓടാറുണ്ട്. സോ ഈ പാലം ഞാൻ അന്നേ ഇങ്ങനെ നോക്കി വെച്ചതാണ്. ഇനി ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇവിടുന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഓടാം, ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി വെച്ചാൽ. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. അത് തന്നെ ഇതിൻ്റെ രണ്ടപ്പുറം ഒരു കടവ് പോലത്തെ, അതായത് ഒരു തോട് പോലത്തെ ഒരു പുഴ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഒരു നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. സോ കണ്ടോ, ഇതാണ് സ്ഥലം. നമ്മൾ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പാലത്തിലെത്തി. സോ നമ്മളെ വണ്ടി അവിടെ പാർക്കിയിട്ടുണ്ട്. സോ അപ്പം കുറച്ച് റെസ്റ്റ് ചെയ്ത് വീണ്ടും അങ്ങോട്ട് ഓടാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ക്ഷീണം വരുന്നുണ്ട്. ഇന്നലെ എനിക്ക് മതിയായ ഉറക്കം കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സ്ട്രെയിൻ എടുത്ത് ഓടുന്നില്ല, കുറച്ച് റെസ്റ്റ് എടുത്ത് മെല്ലെ ഓടുന്നല്ലോ. ഓക്കെ, ഇങ്ങോട്ട് ആരും ഒരു ആൾക്കാരില്ലാത്ത സ്ഥലമാണ്. ഓക്കെ, ഇന്നലത്തെ വീഡിയോ അപേക്ഷിച്ച് ഇന്നത്തെ വീഡിയോ ഷോർട്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല ഒന്നാമത്. സോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ചാൽ ഇതാണ്. അത്യാവശ്യം നല്ല വ്യൂ ആണ്. സോ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ റണ്ണിങ്, ജിമ്മ്, ഞാൻ ചെയ്യുന്ന ട്രാവല് എല്ലാം ഞാൻ ഇതിൽ എന്തായാലും പോസ്റ്റ് ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ ഫാമിലി കാര്യങ്ങൾ, വ്ളോഗ്സ് എല്ലാം ഉണ്ടാവും. സോ അതിനു വേണ്ടി കൂടിയാണ് ഞാൻ തുടങ്ങിയത്. എന്തായാലും ഞാൻ അധികം എഡിറ്റില്ലാത്ത റോ ഫുട്ടേജ് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അധികം വലിയ എഡിറ്റ് കാര്യങ്ങളും നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും കാണേണ്ടതെന്ന് വെച്ചാൽ റോ ആയിട്ടുള്ള വീഡിയോസാണ്. പിന്നെ കൈവാനെടുക്കാൻ തുടങ്ങി. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവർക്കും റിയലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് റിയലായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾ പേടി കൂടാണ്ട് സംസാരിക്കാൻ നോക്കുക, ക്യാമറ വെച്ച് സംസാരിക്കുക. ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, നിങ്ങൾ കാര്യമാക്കണ്ട, 3-ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ. സോ അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ നമ്മൾ റെസ്റ്റ് ചെയ്യുക വീണ്ടും. ഓക്കെ, നമ്മൾ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിപ്പോയി. അപ്പോൾ ഇതാണ് കറക്റ്റ് ലൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നോക്കാം. സോ അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് ലൈറ്റ്. നമ്മൾ ഇത് 3-ലാണ്, അതായത് എക്സ്പോഷർ 3-ലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഭയങ്കര വെളിച്ചമായിട്ട് തോന്നി. പക്ഷേ ഇപ്പം ഓക്കെ ആയി, റെഡിയായി. സോ ഇപ്പം നമ്മുടെ റണ്ണ് ഏകദേശം കഴിഞ്ഞു. സോ അപ്പം നമുക്കൊരു റീൽസിൻ്റെ ഒരു 2 വീഡിയോയും കൂടെ എടുത്തിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. സോ അതായത് എൻ്റെ വ്ളോഗിൽ ഇൻട്രോയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇൻട്രോ ചെയ്യണോ, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യണോ. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. കുഴപ്പമില്ല, എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. സോ ജസ്റ്റ് ഒരു ഇൻട്രോ ചെറുതായിട്ട് പറയാം, എന്നിട്ട് തുടങ്ങാമെന്നല്ലാണ്ട് വേറെ ഒരു ഇതില്ല. കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരെ ഞാൻ നയിച്ചു. കാരണം ഞാൻ തുടങ്ങുന്നതിന് മുന്നേ വിചാരിച്ചില്ല ഇത് ഇത്രയും പണിയുള്ളൊരു മേഖലയാണെന്ന്. 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് ചെറിയ മടുപ്പ് തോന്നിയതിനുള്ള കാരണം എന്ന് വെച്ചാൽ, എനിക്ക് ഈ കണ്ടന്റ് ക്രിയേഷനും റണ്ണിങ്ങും ഒരുമിച്ച് ചെയ്യുമ്പോൾ വെച്ചാൽ ഇടയ്ക്ക് വീഡിയോ ഏത് സ്ഥലത്ത് നിന്ന് എടുക്കണം എന്നില്ല, ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഞാൻ മാറ്റുന്നുണ്ട്. കാരണം ഞാൻ ഇനി കണ്ടെടുക്കുന്നതെല്ലാം വീഡിയോ എടുക്കാൻ തുടങ്ങും. കാരണം ഞാൻ ഓരോ നല്ല സ്പോട്ട് നോക്കിയിട്ടാണ് ഇപ്പം പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനത് മാറ്റും. കാരണം ആ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് വീഡിയോ എടുത്ത് പോകാൻ പറ്റില്ല. ഓക്കെ, സോ എൻ്റെ വർത്താനം ഇപ്പം ക്ലിയറായി വരുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർത്താനം പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മുടെ റണ്ണിങ് അപ്പോൾ ഇവിടെ കഴിഞ്ഞു. സോ എനിക്ക് ഫേസ് കാണിച്ചിട്ട് വീഡിയോ എടുക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ വീഡിയോ എടുക്കാനാണ്. സോ ഈ ഒരു വ്യൂ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഇവിടെ നേരത്തെ, അതായത് അവിടെ കുളക്കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുളക്കോഴി എന്നാണ് ഇവിടെ പറയാം, ഞാൻ കോഴീന്നാക്കി പറയുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കുമ്പോൾ മാത്രം എൻ്റെ ഭാഷ മാറിപ്പോകും. അപ്പം കേട്ടോ, ഇതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഈ ഒരു പാലം, പിന്നെ ഈ ഒരു റോഡ്, അതുപോലെ തന്നെ ഇപ്പുറം. പിന്നെ ഇവിടെയാണ് കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ഉള്ളത്. കണ്ടോ, ഇവിടെയാണ് കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ഉള്ളത്. കുറേ കിളികളും കൊക്കുകളും എല്ലാം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ വെള്ളം വറ്റി അതുകൊണ്ട് തന്നെ മീനിനെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ് അവർ. സോ ഇവിടെയൊക്കെ വറ്റി ഇങ്ങനെ, ഇവിടെയൊക്കെ കുറച്ച് കച്ചറയും കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് കേരളത്തിൻ്റെ ഒരു ഭംഗി പോലെയുള്ളത് കാണാം. ഞാൻ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഒറ്റമേന അത് ഞാൻ തമ്പ്ലൈനിലെ ഫോട്ടോയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. വലിയ രസമൊന്നും ഉണ്ടാവില്ല, കാരണം രസമല്ലല്ലോ നമുക്ക് വേണ്ട, കൺസിസ്റ്റൻസി ആണല്ലോ. സോ നമ്മൾ മെല്ലെ മെല്ലെ അത് ഇങ്ങനെ പെർഫെക്റ്റ് ആക്കി എടുക്കും. അതായത് ആദ്യം തന്നെ നമ്മൾ പെർഫെക്ഷന് പുറകെ പോയാൽ നമുക്ക് പുതിയ പുതിയ സ്പോട്ടിൽ ഇങ്ങനെ വീഡിയോ ചെയ്യണം, അങ്ങനെ വീഡിയോ ചെയ്യണം നമ്മൾ വിചാരിച്ച് നമ്മൾ റണ്ണും കൂടെ നടക്കാണ്ടിരിക്കും. സോ അതുകൂടെ നിങ്ങൾ നോക്കണം. സോ പെർഫെക്ഷൻ മെല്ലെ മെല്ലെ വരുത്താനുള്ള ഒരു കാര്യമാണ്. ആദ്യം നിങ്ങൾ വരുത്തരുത്. ആദ്യം വരുത്താണെന്നാൽ നിങ്ങൾക്ക് നല്ല റോഡ് വേണ്ടി വരും, നല്ല ക്ലിപ്സ് വേണ്ടി വരും. പിന്നെ എല്ലാ ക്ലിപ്സിനും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റില്ല. സോ അതൊരു കാര്യം നിങ്ങൾ നോക്കുക. ബ്രൈറ്റ്നസ് കൂട്ടേണ്ട പകരം
3 മാറ്റി 1.3 ആക്കി. അതുമൂലം നമ്മുടെ ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ കൂടുതലായി പോയി. എൻ്റെ മുഖത്ത് കുറച്ചും കൂടെ കൂടുതൽ വെളിച്ചം അടിച്ചു. അപ്പം അതൊരു ഞാനത് ബ്രൈറ്റ് ചെയ്ത് കാണിക്കും. ആ ഒരു എഫക്റ്റ് പറഞ്ഞാൽ വലിയ രസമില്ല. അതുകൊണ്ട് ഞാൻ 3 തന്നെ എടുക്കാൻ നോക്കി. ഇതിൻ്റെ എഫക്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ നോക്കുന്നത് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് പോകും. സോ എൻ്റെ കോൺഫിഡൻസ് അങ്ങനെയാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത് ഞാനിങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. സോ ഇപ്പോൾ കുഴപ്പമില്ല, എടുക്കാൻ പറ്റുന്നുണ്ട്. 3ാമത്തെ ആയിട്ടുള്ളൂ. പക്ഷേ ഇത്രയും പറയാൻ പറ്റിയതിൽ, ഇത്രയും കാര്യങ്ങൾ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഇതുപോലും പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനിയും വ്ളോഗ് വന്നുകൊണ്ടേയിരിക്കും, നിർത്താൻ പോകുന്നില്ല. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഇനി നെഗറ്റീവ് പറയായിരിക്കും ഇനി ആൾക്കാർ, നിങ്ങൾ ചെയ്യുന്നതൊന്നും നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങളെ വ്ളോഗ് ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയായിരിക്കും. നമ്മളതിൽ നിന്ന് വേണ്ടത് മാത്രം സോർട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യുക. വേറെ ഒന്നും അതിൽ പറയാനില്ല. ഓക്കെ, സോ അപ്പം വ്ളോഗ് ഞാൻ ഒരിക്കൽ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീണ്ടും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ ബൈ. അപ്പം ഒരു തംബ്നെയിലിലെ ഫോട്ടോ എടുക്കണം. ഞാൻ 2 ദിവസമായി തംബ്നെയിലിലെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയെന്നാൽ ശരിക്കും എനിക്കിങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കണം എന്നൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ റോ ഫോട്ടോ എടുക്കുകയാണ്.